ഹലോ ഗായ്സ്, നമുക്കിന്ന് റാഗിപ്പൊടി ഉപയോഗിച്ചൊരു ലഡു ഉണ്ടാക്കി നോക്കിയാലോ. എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ലഡുവാണ്. ഇതിന് നമ്മൾ 4 ചേരുവകൾ മാത്രമേ എടുക്കുന്നതേ ഉള്ളൂ. 4 ചേരുവകൾ വെച്ച് അടിപൊളി ലഡുവാണ്. റാഗിയൊക്കെ ഉള്ളവർക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ അടിപൊളി ലഡുവാണ്. നല്ല ടേസ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതിന് നമ്മൾ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മളതിലേക്ക് ചട്ടി വെച്ച് കൊടുക്കുന്നത്. ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യൊക്കെ ഒന്ന് ഉരുകിയൊക്കെ ഉരുകി ഒരു പരുവമൊക്കെ ആയി വരട്ടെ. ആ സമയത്ത് നമുക്ക് തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയൊക്കെ എടുക്കുക. നെയ്യിലൊക്കെ കിടന്നൊന്ന് വഴണ്ടൊക്കെ വരട്ടെ. തേങ്ങയൊക്കെ വഴണ്ട് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയൊക്കെ വഴണ്ട് വരുന്ന സമയത്താണ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ നല്ലപോലെ ഇളക്കിയൊക്കെ വഴണ്ട് വരുന്ന പരുവത്തിലേക്ക് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്ത് റാഗിപ്പൊടിയും തേങ്ങയൊക്കെ നല്ലപോലെ വറുത്തെടുക്കണം. നെയ്ക്കകത്തൊക്കെ കിടന്ന് നല്ലപോലെ വറുത്ത് ഒരു പരുവമായി വരണം. നല്ലപോലെ ഇളക്കി കൊടുത്ത് നല്ലപോലെ വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. കുറച്ച് നേരം ഒന്ന് ഇളക്കിയാൽ മതി. അത് ഒത്തിരി നേരം ഒന്നും ഇളക്കേണ്ട കാര്യമില്ല. ഒരു മൂത്ത് വരുന്ന പരുവം വരെ ഒന്ന് ഇളക്കിയാൽ മതി. തേങ്ങയും റാഗിയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കുക. കശുവണ്ടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഇളക്കി കൊടുത്ത് ഇനി കുറച്ച് നേരം കൂടെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ റാഗിപ്പൊടിയൊക്കെ മൂത്തൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. റാഗിപ്പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സി ജാറിലൊക്കെ ഇട്ട് പൊടിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര ശർക്കരയൊക്കെ പാനിയാക്കി എടുക്കാൻ പോയാണ്. ശർക്കരയിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒട്ടുനൂൽ പരുവത്തിൽ പാനിയാക്കി എടുക്കാം. അങ്ങനെ മിക്സിയിലിട്ട് നമ്മൾ റാഗിപ്പൊടിയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ശർക്കര പാനിയാക്കാൻ പോയാണ്. ശർക്കരയൊക്കെ അലിഞ്ഞു വരുന്നുണ്ട്. ഒട്ടുനൂൽ പരുവത്തിലാണ് വരേണ്ടത്. അങ്ങനെ ശർക്കര ഇളക്കി പാനിയാക്കി എടുക്കുകയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ റാഗിയൊക്കെ ഇഷ്ടമല്ലാത്തവർക്കും ഇത് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റാഗിപ്പൊടിയിലോട്ടൊരു ഇഷ്ടം തോന്നും. അതുപോലത്തെ ടേസ്റ്റാണ്. കുട്ടികൾക്ക് വരെ ഇഷ്ടം തോന്നിപ്പോവും. അതുപോലത്തെ രുചിയിലാണ് നമ്മൾ ഈ ലഡു ഉണ്ടാക്കി. ശർക്കരയൊക്കെ ഒട്ടുനൂൽ പരുവമായിട്ടുണ്ട്. അതിലേക്ക് റാഗിപ്പൊടി ഇട്ട് കൊടുത്തേക്കുവാണ്. റാഗിപ്പൊടി എടുത്ത് എല്ലായിടത്തും ഒന്ന് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുക, യോജിപ്പിക്കുക. റാഗിപ്പൊടിയൊക്കെ എല്ലായിടത്തും മിക്സാക്കി എടുക്കുകയാണ്. ശർക്കര നമ്മൾ അരിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് ഒട്ടുനൂൽ പരുവമാക്കി എടുത്തത്. ശർക്കര എല്ലായിടത്തും ചൂടാറിയ ശേഷം നമുക്ക് ബോൾ പോലെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു ബോൾ ഉരുട്ടുന്നത് നിങ്ങൾ വീഡിയോ കാണിക്കുകയാണ്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഉരുട്ടിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ ബാക്കിയുള്ളത് ഉരുട്ടി വെച്ചിട്ട് വീഡിയോയിൽ കാണിക്കാം. അങ്ങനെ ബാക്കിയുള്ളത് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഉറപ്പായി ഇഷ്ടപ്പെടുകയും ചെയ്യും. അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നവർക്കും ബൈ.